ചോട്ടാ മുംബൈ തരംഗം റീ റിലീസിൽ ചോട്ടാ മുംബൈ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ് തിയേറ്ററിൽ നിന്നും നേടിയെടുത്തത്. എന്നാൽ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് ഈ ഓളമെല്ലാം തീരുമെന്നാണ് പല പ്രേക്ഷകരും പറഞ്ഞത്. എന്നാൽ ആ പ്രേക്ഷകരുടെ പറച്ചിലിന് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് തിങ്കളാഴ്ച എന്ന ദിവസം നടന്നതും. അവർ വിചാരിക്കുന്നതിന്റെ അപ്പുറം ആഘോഷമായിരുന്നു തിങ്കളാഴ്ചയും നടത്തിയത്. പ്രേക്ഷകരെല്ലാം അവരുടെ ആഘോഷങ്ങൾ തീർക്കാൻ വേണ്ടി എത്തുന്നത് തിയേറ്ററിലേക്കാണ്. അതും ചോട്ടാ മുംബൈ കണ്ട് ആർമാദിച്ച് ആഘോഷിച്ച് തിരിച്ചു പോകുന്നു. അതിന് കഴിഞ്ഞ ദിവസവും യാതൊരു കുറവും സംഭവിച്ചില്ല എന്ന് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് വഴിയും ആരാധകരുടെ തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് വഴിയും ഒക്കെ അറിയാവുന്നതാണ്. ഇതാണ് ആ ഓളം. ചോട്ടാ മുംബൈ എന്ന എവർഗ്രീൻ എന്റർടൈനർ ഒരുക്കുന്ന ഓളം. മോഹൻലാൽ ഇതിലൂടെ വീണ്ടും ഒരു റെക്കോർഡ് സ്ഥാപിക്കുകയാണ്. ചോട്ടാ മുംബൈ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടുന്ന ചിത്രമായി റീ റിലീസിൽ മാറാനുള്ള സാധ്യതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ദേവദൂതനാണ് മോഹൻലാലിന്റെ റീ റിലീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. 5.42 കോടിയായിരുന്നു വാരിക്കൂട്ടിയത്. സ്ഫടികം 4.95 കോടിയും മണിച്ചിത്രത്താഴ് 4.63 കോടിയും ഇപ്പോൾ ചോട്ടാ മുംബൈ 2.02 കോടിയും എന്നതിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇനിയും കളക്ഷനുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരേണ്ടതുണ്ട്. കാരണം ചോട്ടാ മുംബൈ പല സ്ഥലങ്ങളിലേക്കും റിലീസുകൾ വ്യാപിപ്പിക്കുകയാണ്. അതിന് വരും ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് ആ റിപ്പോർട്ടുകളും എത്തും. ചോട്ടാ മുംബൈ ആഘോഷമാക്കുന്ന പ്രേക്ഷകർ അതിനൊപ്പം തന്നെ ആഘോഷമാക്കുന്നത് ഈ ചിത്രത്തിൽ മൺമറഞ്ഞു പോയ പല കലാകാരന്മാരെയുമാണ്. അതുകൂടാതെ ഇതിലുള്ള എല്ലാ താരങ്ങളെയും അവർ ആഘോഷമാക്കുന്നു. മരിച്ചുപോയ മികച്ച കലാകാരന്മാർ ഈ ചിത്രത്തിൽ നിരവധി പേരുണ്ട്. അവരൊക്കെ മരിച്ചുപോയെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്തുന്നുമുണ്ട്. ആദ്യം എടുത്തു പറയേണ്ടത് കലാഭവൻ മണിയെ തന്നെയാണ്. അതുകൂടാതെ നിരവധി പേരും. കലാഭവൻ മണിയുടെ വേറിട്ട ഒരു കഥാപാത്രമായിരുന്നു നടേശൻ എന്ന ഈ ചിത്രത്തിലെ വില്ലൻ. ചാലക്കുടിയിൽ പോലും മോഹൻലാൽ ആരാധകർ മണിക്ക് വേണ്ടിയുള്ള കട്ടൗട്ടറുകളും ഓർമ്മകളും പങ്കുവച്ചുകൊണ്ട് എത്തുകയുണ്ടായി. അവിടെയും പല തിയേറ്ററുകളിലും ആഘോഷമാണ് ചോട്ടാ മുംബൈ തീർക്കുന്നത്. വളരെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും തിയേറ്ററിൽ എത്തിയിരിക്കുന്ന മോഹൻലാലിനെയും മറ്റ് താരങ്ങളെയും ആഘോഷിക്കുന്ന ആരാധകർക്കും പ്രേക്ഷകർക്കും പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായത് കലാഭവൻ മണി അവതരിപ്പിച്ച വില്ലൻ നടേശൻ തന്നെയാണ്. ചോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് മൺമറഞ്ഞവരും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നവരുമായ ഒരുപാട് നടീനടന്മാരെ ഒരിക്കൽ കൂടി കാണാനുള്ള അവസരമാണ്. അതിൽ ആദ്യം എത്തുന്ന പേരാണ് കലാഭവൻ മണി. അതുവരെ മലയാളത്തിൽ കോമഡി വേഷങ്ങളിലും ഇമോഷണൽ നായകനായും തിളങ്ങി നിന്ന അതുല്യ നടനെ പുനരവതരിപ്പിച്ച ചിത്രമാണ് ചോട്ടാ മുംബൈ. മോഹൻലാൽ വാസ്കോ എന്ന തലയായി തിയേറ്ററുകളെ ആവേശത്തിലാഴ്ത്തിയപ്പോൾ CA നടേശൻ എന്ന ക്രൂരതയുടെ പര്യായമായ വില്ലനായി മണിയെത്തി. മണിയുടെ നടേശൻ സോഷ്യൽ മീഡിയയിൽ കീഴടക്കിയാണ്. മോഹൻലാലിന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന വില്ലനെ ആഘോഷിക്കുമ്പോൾ തന്നെ കലാഭവൻ മണി എന്ന നടന്റെ വേർപാട് മലയാള സിനിമയ്ക്ക് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് കൂടി ഓർക്കുകയാണ് പ്രേക്ഷകർ. ഇന്നും മണിക്ക് ഒരു പകരക്കാരൻ ഇല്ലെന്നും ചോട്ടാ മുംബൈയിലെ നടേശനെ മലയാളത്തിലെ ലക്ഷണമൊത്ത വില്ലന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പലരും മറക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ സിനിമാ പ്രേമികൾ ഓർമ്മിപ്പിക്കുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം മണിച്ചേട്ടൻ സ്ക്രീനിൽ ആവേശത്തോടെ ഒരു ഫാൻ പറയുന്നത് ഇങ്ങനെയാണ്: നടേശൻ പീക്ക് വില്ലനിസം ബൈ മണിച്ചേട്ടൻ. കലാഭവൻ മണിയെ എന്നും പ്രേക്ഷകർ ഓർക്കും. ഇതിനിടെ ചോട്ടാ മുംബൈ റിലീസ് ചെയ്ത കാലത്ത് മണി ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖവും വീണ്ടും വൈറലാവുന്നുണ്ട്. നടേശനെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ കാരണം അൻവർ റഷീദ് ആണെന്നും സംവിധായകൻ പറഞ്ഞതുപോലെ അഭിനയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും പറയുന്ന മണിയെ ഈ വീഡിയോയിൽ കാണാം. എന്തായാലും ചോട്ടാ മുംബൈ കളിക്കുന്ന ഓരോ തിയേറ്ററിലും അതിന്റെ ഓളം എന്താണെന്ന് കണ്ട പ്രേക്ഷകർക്ക് മാത്രമേ അത് വ്യക്തമായി പറയാനും കഴിയുള്ളൂ. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും എന്തായിരുന്നു അവിടെ നമുക്ക് ലഭിച്ച ഓളമെന്ന്. ആ പീക്ക് ഓളം എല്ലാ ദിവസവും ഈവനിങ്ങിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ. മണ്ടയിൽ തീരുമെന്ന് വിചാരിച്ചിരുന്ന പലർക്കും അത് പറഞ്ഞത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാകുകയും ചെയ്യും. ചോട്ടാ മുംബൈ കളിക്കുന്ന ഫേമസ് ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളെല്ലാം ഫുള്ളായിരുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രാക്കർമാർ എത്തുന്നത്. 1000 സീറ്റിന് മുകളിലുള്ള കപ്പാസിറ്റി തിയേറ്ററുകളെല്ലാം ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ ഓരോ തിയേറ്ററിന്റെയും പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഏതൊക്കെ ഹൗസ്ഫുൾ ആയിരുന്നു എന്ന കാര്യം കൂടി അവർ എടുത്തു പറയുന്നുണ്ട്. സൺഡേയിൽ അങ്ങനെ ചില സംഭവങ്ങൾ നടന്നപ്പോൾ മൺഡേയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ബാംഗ്ലൂരുവിലും തിയേറ്ററിൽ ഇമാതിരി ഓളം പ്രേക്ഷകർ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഈ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് വ്യക്തമാകും. അത് പരിശോധിക്കുമ്പോഴാണ് സത്യത്തിൽ അതിശയപ്പെടാൻ പോകുന്നതും. കാരണം റീ റിലീസിൽ ബുക്ക് മൈ ഷോയിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ മലയാള സിനിമയായി മാറിയിട്ടുണ്ട് ചോട്ടാ മുംബൈ. ഈ സമയത്ത് 24 മണിക്കൂറിൽ ഏതാണ്ട് 23K അടുത്തുള്ള ടിക്കറ്റുകളാണ് ലിമിറ്റഡ് ഷോകളും തിയേറ്ററും വെച്ച് ചോട്ടാ മുംബൈ ഫസ്റ്റിൽ എത്തിയിരിക്കുന്നത്.